ഇതാണ്. സോ നമ്മളിപ്പം പേട്ട കാർത്തികേയ തിയേറ്ററിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഇന്ന് തിയേറ്ററിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം കണ്ടു നോക്കാം. കമാ, ഇതിൻ്റെ ഗേറ്റ് എന്നെല്ലാം പറയാം. നമുക്ക് ആ സൈഡിൽ പോയിട്ടോ. ഇത് വൺസ് ക്രൗഡഡ് ആയിരുന്ന ഒരു തിയേറ്ററാണ്. ഇപ്പം ഇരിക്കുന്ന കോളം കിട്ടും. നല്ല നല്ല കളിച്ചൊരു സിനിമയിലെ പോസ്റ്റർ ഉണ്ട്. പക്ഷെ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മോഹൻലാലുണ്ട്, ലാലേട്ടനുണ്ട്. ഇപ്പൊ ലാലേട്ടനുള്ള ഏതോ ഒരു സിനിമയാണ്. ഡയറക്ഷൻ ഭരതൻ. അപ്പൊ ഏതായിരിക്കും? സ്ഫടികമല്ലടി ഭരതനും. ഭരതനല്ല, ഇപ്പൊ വേറെ എന്തെങ്കിലും രതനല്ലേ നമ്മൾ കാണുന്നത്? ഭരതന് തന്നെയാണ്. A.O. ജോസഫ് കണ്ടോ? എടാ, A.O. ജോസഫ് കണ്ടോ? അതെന്തായാലും രാവണപ്രഭ അപ്പനായിട്ട് ആയിരിക്കും. പിന്നെ അതോ ഈ സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിലും ഉണ്ട്. പക്ഷെ എന്താ സംഭവം? വാഴവള്ളിയാണ്. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആയിരുന്നു തോന്നുന്നു. ഇവിടെ നിന്ന് പാമ്പ് പോയപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് രുദ്രയ്ക്ക് പേടിയായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഗ്രീൻ സർക്കിൾ കണ്ടു നോക്കാം. ഗ്രീൻ സർക്കിൾ ഇപ്പോൾ എങ്ങനത്തെ സ്ഥിതിയിലാണെന്ന് നോക്കാം. ഞാനന്ന് ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോൾ പേടിയായതുകൊണ്ട് അകത്ത് കയറിയില്ല. ഇന്ന് എൻ്റെ ഒപ്പം കാർത്തിക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബോഡി ഗാർഡ് ഫ്രീയിൽ കിട്ടിയതുകൊണ്ട് ഞാനിന്ന് ധൈര്യത്തോടെ ഇവിടെ അരുമാദിക്കാൻ പോവാണ്. അതിവിടെ സൈഡിൽ ഈ പൂ ഈ തിയേറ്ററിൻ്റെ ഭാഗമല്ല കേട്ടോ. അവിടെ പാവം ഒരു ചേട്ടൻ പൂ വിൽക്കുന്നുണ്ട്. ആ പൂവായി. ഇത് സഖാവ് മധുവാണ്. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അത്ര പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഇത് കാർത്തികായിരിക്കും തുറക്കാൻ പോകുന്നത്. സൂക്ഷിച്ച്. വാവ സുരേഷിന്റെ നമ്പർ ഉണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ വെച്ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. എന്തൊക്കെയോ ഉണ്ട്. രുദ്ര കാണുന്ന പോലെ കേട്ടോ. നല്ല ബുദ്ധിയുണ്ട്. ഇത് കാർത്തിക തിയേറ്ററിന്റെ ടീ ആണ്. ഇത് ഈ തിയേറ്ററിന്റെ ഈ ആവാനായിരിക്കും ചാൻസ്. കാർത്തിക തിയേറ്ററിന്റെ കേ കിട്ടി. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ സീറ്റിങ്സിന്റെ ഒരു ലക്ഷണം. എങ്ങനെയാ സീറ്റിങ്സ് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അത് ബാൽക്കണി ആയിരുന്നു. പക്ഷെ അവിടുത്തെ സീറ്റ്സ് ഒക്കെ ഇപ്പൊ ഇല്ല, എല്ലാം മാറ്റിയിരിക്കുവാണ്. അതാണ് പ്രൊജക്ഷൻ റൂം. നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ഇറങ്ങി പ്രൊജക്ഷൻ ബാൽക്കണി കുഷൻസ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി പ്രൊജക്ഷൻ റൂമിൽ കയറാൻ വഴിയുണ്ടെങ്കിൽ പ്രൊജക്ഷനിലോട്ട് പോവാം. കാർത്തിക് എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തിന്റെ കാക്കിന്റെ അസ്ഥി കൂടെ എന്തോന്നിന്റെ അസ്ഥി കൂടെ
അതിൻ്റെ സൗണ്ട് ഇതൊക്കെ ഇത് പണ്ട് സൗണ്ട് എഫക്റ്റ് വെളിയിൽ റിഫ്ലക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സംഭവമാണെന്ന് കാർത്തിക് പറയുന്നു. അത് തന്നെയാണ് സ്ഥിരീകരിച്ചു കാർത്തിക് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് ഇനി പ്രൊജക്ഷൻ റൂം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ട് അതെല്ലാം കണ്ടു നോക്കാം. സ്ക്രീനിൻ്റെ കോളം കണ്ടു ഇപ്പം എങ്ങനെ ഇരിക്കുന്നതിന്. സ്ക്രീൻ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, ഭയങ്കര ഇരുട്ടാണ്, അതൊന്നും മനസ്സിലാവുന്നില്ല. ടോർച്ച് എടുത്തിട്ട് ഒന്നും കാണാനില്ല. ഈ സീറ്റിംഗ് വ്യത്യാസം കണ്ടോ? ഇത് ഏറ്റവും കുറഞ്ഞ ക്ലാസ്. സോ അതിൻ്റെ സീറ്റിംഗ് കണ്ടോ എങ്ങനെയാണെന്ന്? ഒരു ഡിഫറെൻറ്റ് ചെയറാണ്. ക്ലിയർ ആയിട്ട് വരുന്നില്ല, ലൈറ്റ് ഇല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഡിഫറെൻറ്റ് ഇതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഓൾമോസ്റ്റ് 2-3 റോ മാത്രമേ ഉള്ളൂ ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്, പിന്നെ വരുന്നത് ബാൽക്കണി. അധികം സീറ്റിംഗ് ഇല്ലാത്ത തിയേറ്ററാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം, കാണാനുണ്ടോ നോക്കാം. റെഡ് സർക്കിൾ ഉണ്ട് എനിക്ക് കാണാൻ. നമ്മൾ നേരത്തെ കണ്ടത് ഗ്രീൻ സർക്കിൾ ആൻഡ് ഏതായിരുന്നു ക്ലിയർ ആയിട്ട് വന്നത്? ഗ്രീൻ സർക്കിൾ ആൻഡ് യെല്ലോ സർക്കിൾ. ഇതിപ്പോൾ റെഡ് സർക്കിൾ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ ടിക്കറ്റ്സ് കൊടുക്കുന്നത് സെപ്പറേറ്റ് കൗണ്ടറാണിത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ടിക്കറ്റിൻ്റെ റേറ്റ് 20 rupees to 15 ആണ്. ഒരു ഉദ്രക്ക് ടിക്കറ്റ് വേണ്ട 3 വയസ്സിൽ താഴെയല്ലേ. ഇപ്പൊ ഇത് ഗാർഡല്ല. ഓക്കെ, കം. ഋത്വിക് ഐസ്ക്രീം വേണമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. ഭക്ഷണം കഴുകി എന്തെങ്കിലും അവിടെ ശരിക്കും ഈ തിയേറ്റർ തുടങ്ങിയത് ഓൾമോസ്റ്റ് 1950s. സ്റ്റാർട്ടിങ് ഏത് സിനിമയാണെന്ന് നോക്കി ഞാൻ പലവരുത്തും ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ അവസാനമായിട്ട് കളിച്ചത് കുഞ്ഞിക്കൂടനാണ്. ഇത് ജനറേറ്റർ റൂമാണ്. ഈ ജനറേറ്റർ റൂമിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിക്കൂടിൻ്റെ പോസ്റ്റർ കാണാം. ആൻഡ് ജനറേറ്ററും ഉണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പ്രൊജക്ഷൻ റൂമിലോട്ടാണ്. കാർത്തിക്കിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജെൻസ് ടോയ്ലറ്റിലോട്ട് പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇതാണ് ഈ തിയേറ്ററിൻ്റെ ടോയ്ലറ്റ്. 2 ടോയ്ലറ്റ്. കാർത്തിക് ജെൻസിലോട്ടല്ല പോയത്, ബാൽക്കണിയിലോട്ടാണ് പോയത്. ഇത് ബാൽക്കണിയിലോട്ട് പോകുന്ന എൻട്രൻസ് ആണ്. സീറ്റൊക്കെ അലക്കി, ഇതൊക്കെ അതിൻ്റെ കുഷ്യൻസും കാര്യങ്ങളുമാണ്. ഇതായിരുന്നു ആള് ഈ തറയിൽ കഴിഞ്ഞത്. ശ്രീ കാർത്തിക തിയേറ്ററിൻ്റെ ഒരു
പരസ്യമാണ്. ഭീമ ജ്വല്ലേഴ്സിന്റെ ആഡും കൂടെ ഉണ്ട്. ഇത് ഞാൻ PK സാറിന് നേരിട്ട് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നു. നീ വരൂ. ഓക്കെ, സോ ക്യാബിൻ റൂമിലോട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഞാനിന്ന് പാവാട ഇട്ടതുണ്ട്. ഇവിടെ എല്ലാം ഞാനിന്ന് തൂട്ടി വൃത്തിയാക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. ഏതൊക്കെയോ സിനിമ നടക്കുന്നുണ്ട്. ഇത് വേസ്റ്റ്. സിനിമ നോക്കിട്ട് കാണിക്കും. ഇത് തമിഴിലെ പഞ്ചതന്ത്രം എന്ന് പറയുന്ന സിനിമയിലുള്ള കമലഹാസനുണ്ട്. തമിഴിലെ പഞ്ചതന്ത്രം തമിഴ് പഞ്ചതന്ത്രമായത് കമലഹാസനെ കൊണ്ട്. ഇതേതാ പാട്ട് ജഗതിയാ? ഇങ്ങനെ വിട്. ജഗദീഷും പിന്നെ ആരാ? ഇതൊരു പോളിയോയുടെ ആഡാണ്. ആഡ് സ്ലൈഡാണ്. ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം. കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചിരിക്കുന്നു. അങ്ങനെ കാർത്തിക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള റീലിലെല്ലാം ആരൊക്കെ ഉണ്ടെന്ന് നോക്കുവാണ്. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നല്ല, പൊടിയടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. അതിൻ്റെ അകത്തോട്ട് പോയാൽ എന്തൊക്കെയോ ഉണ്ട്. ഒന്നും എന്താണെന്ന് അറിയില്ല. വളയം ഒരു വമ്പൻ സ്റ്റാർ. അത് ഏത് സിനിമയിലാണ്? ഓക്കെ, ഈ സിനിമയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പൂട്ടിയിട്ട് അധികം വർഷം ആയിട്ടില്ല. ഒരു ഫുൾ ഫിലിമാണ് ഇത്. നമ്മൾ എന്തായാലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ കണ്ടില്ലെങ്കിൽ. ഓക്കെ, കാർത്തിക് എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ശ്രീ കാർത്തിക തിയേറ്റർ. ഏത് സിനിമ അത്? ആദ്യത്തെ കൺമണി. സ്റ്റാർ പ്ലസ് ഫിലിംസ് TVN. അതിൽ ഏത് വർഷം? ഓ, ഫിലിം കാണിച്ച റിപ്പോർട്ട്സ് ആണല്ലേ. അപ്പൊ ഫസ്റ്റ് മൂവി ഏതാണെന്നുണ്ടോ അതില്? ഫസ്റ്റ് അത് ഏതാ? കാതലൻ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു 94. പക്ഷേ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ആക്കി ഇട്ടത് വലിയ കഷ്ടമാണ്. അതാ, എന്തെങ്കിലും ഉണ്ടോ? സ്ലൈഡ്സ്. അത് എന്താ? മെറിലാൻഡ് സ്റ്റുഡിയോസിന്റെ ആഡായിരിക്കും. ഓക്കെ, കുഞ്ഞിക്കോണുണ്ട്. അതെങ്ങനെയാ റിപ്പോർട്ട്? എന്താ അവരുടെ പ്രത്യേകത? അതെന്താ എഴുതിയിരിക്കുന്നത്?
ഈ സിനിമയിൽ ഫിലിമിൻ്റെ കണ്ടീഷനാണ് ടൈറ്റിൽ, ബ്ലാങ്ക്, ജോയിൻറ്റ്, സൈഡ് കട്ട്, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം കളിച്ച സിനിമയാണ് കുഞ്ഞിക്കുഞ്ഞ്. ഇതെല്ലാം പരസ്യത്തിൻ്റെ ഇതെല്ലാം പരസ്യങ്ങളാണ്. സിനിമൻ്റെ ഇതിലുണ്ടോ നോക്കിട്ട് മൊത്തം അതാണ്, അതൊക്കെ എടുത്ത് നോക്കും. അത് പുതിയതാണ്, ഒരു കേടും പറ്റിയിട്ടില്ല. ഇതിലധികവും പരസ്യം കേട്ടോ. ഏത് പരസ്യം? സിസർ ഫിൽറ്റർ. സ്മോക്കിംഗ് ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഞാൻ അവിടെ നാളത്തെ ഇവിടെ ഇന്നത്തെ ഈ സിനിമ ഇന്ന് മാത്രം ഒരു ഇതേപോലത്തെ കാർഡ് അമ്മ അന്തർമാറ്റമായി നോക്കട്ടെ, ആ അമൃതാന്തമായി കാണിക്കും. പഞ്ചാബിലുള്ള സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രുദ്ര ഒരു വെറൈറ്റി സ്ലൈഡ്. ഈ ചിത്രം ഇന്ന് അവസാനം. പഞ്ചാബി ഹൗസ്. സർഗം രംബേന്റെ ഫസ്റ്റ്, എനിക്ക് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഫസ്റ്റ് ഫുൾ മൂവിയാണ്. അവിടെ നോക്കണം, അതിന്റെ പേപ്പർ CPIM ജില്ലാ സമ്മേളനം എന്ന് വെച്ചിട്ട് ഇതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും സന്തോഷം. CPIM അവിടെ വന്നിട്ടുണ്ട്. പണ്ട് മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് വളരെ ആവശ്യം. അതെ, ഇത് 2002 മെയ് 1 ഉണ്ടായിരുന്നതാണ്. ഇതെന്തോ മണിച്ചിത്രത്താഴം. ഓ, അപ്പൊ മണിച്ചിത്രത്താഴം ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. 94 മണിച്ചിത്രത്താഴം. കല്യാണ പ്രവേശകം. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ഷൻ റൂം ഒന്ന് കണ്ടു നോക്കാം. കുറെ ഇഷ്ടംപോലെ ഫേമസ് മൂവീസ് അവിടെ കളിച്ചിട്ടുണ്ട്. ഇതെന്താ, ബുള്ളറ്റ് ആണോ? ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് രാജശേഖരൻ സാറിന്റെ അടുത്ത് ചോദിക്കാം. സാറ് ഇതെന്താ സാമ്പിൾ? കെമിക്കൽ ആണെന്ന് തോന്നുന്നു, കയ്യില് വെച്ച്. ഓക്കെ, പോവാം. ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, സിനിമ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. ഫൈൻ. ഓക്കെ, അതെല്ലാം നമുക്ക് നമ്മുടെ കളക്ഷനിലോട്ട് വെക്കാം. സോ നെക്സ്റ്റ്, രുദ്രയെ നമ്മൾ എങ്ങോട്ടേക്കാ? ഓഹോ, ഇതെന്തോ ആചാരമായിരുന്നല്ലോ. തേങ്ങയില്ലേ? തേങ്ങ കെട്ടി വെച്ചിട്ട് എന്തായാലും തൊടണ്ട. സുദർശന ചക്രം. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പൂജാ റൂം മാതിരിയാണ്. ഇതെന്തെങ്കിലും ഇതെന്താന്ന് എനിക്ക് അറിയാമോ? ഇതിനകത്ത് ഓ, ആ തീപ്പെട്ടി ഇപ്പോഴും ഉണ്ടല്ലോ. അതെ. നെക്സ്റ്റ്, ഇവിടെയാണോ പ്രൊജക്ഷന്റെ മെഷീൻ വെച്ചിരുന്നത്? ഓക്കെ, ഈ ഗ്ലാസ് എന്താണ്? സ്ക്രീനിലേക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. ഇവിടെയും കുറച്ച് സ്ലൈഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തിൻ്റെ? ഇതെന്തോ പരസ്യത്തിന്റെ സ്ലൈഡാ. ഓഡിയോ കാസറ്റ്സ് ഇപ്പോൾ ഒന്നും കാണാനില്ല. പഴയ മൂവിയുടെ CD കാസറ്റ്, ഓഡിയോ കാസറ്റ്.
ഉത്തമൻ. എന്തായാലും വന്നാണോ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇതാണ് ഒരു കാലത്ത് ഒരുപാട് സിനിമകൾ ഓടിക്കൊണ്ടിരുന്ന കാർത്തികേയ തിയേറ്റർ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായി. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അത് ക്ലാസ്സിൽ കൊണ്ടുവരാം. ബാക്കി ഞങ്ങൾ ആരിഫ് മതിയുടെ പെരക്കിയത്. ലേലം കളർ എല്ലാം പൊടിഞ്ഞതാണ്. കൊള്ളാലോ. ഇത് അവരുടെ ഏതൊരു സീക്രട്ട് റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. അല്ല ഇത് പ്രൊജക്ടർ റൂമിന്റെ ഇപ്പുറത്തെ സൈഡിലുണ്ടാവും. ഈ പ്രൊജക്ടർ റൂമിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ റോഡ് അത് പൂട്ടിയിട്ടിട്ട് ആകെ ഇവിടെ ഇതിപ്പോൾ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്റ്റോർ റൂമായി മാറ്റിയിരിക്കുന്നു. എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? ഓക്കെ, സോ നമ്മളുടെ കാർത്തിക തിയേറ്ററിൻ്റെ അസൈൻമെൻറ്റ് ഒരു ടീം വർക്കാണ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.